നോക്കൂ സഹോദരങ്ങളെ, നിങ്ങൾ അവിടെ ശ്രദ്ധിച്ചു നോക്കൂ. അന്യ സ്ത്രീ പുരുഷന്മാര് ഒരുമിച്ച് ചേർന്നുകൊണ്ട് കൂടിക്കലർന്നുകൊണ്ട് അള്ളാഹുവിന്റെ പരിശുദ്ധ ദീൻ ഒരിക്കലും അംഗീകരിക്കാത്ത പ്രവണത മഹത്തുക്കളെന്ന് പറഞ്ഞുകൊണ്ട് അടക്കം ചെയ്യപ്പെട്ടിരിക്കുന്ന ചില ബീവിമാരുടെയും ഷെയ്ഖുമാരുടെയും മക്ബറകളുടെ മുമ്പിൽ ഇത്തരത്തിൽ കാണിച്ചു കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനാണ് ഇസ്ലാം എന്ന് പറഞ്ഞുകൊണ്ട് ഈ സമൂഹത്തിന്റെ മുമ്പിൽ പരിചയപ്പെടുത്തുന്നത്. ഇതാണ് മതമെന്ന് പരിചയപ്പെടുത്തുന്നത്. ഇത് കണ്ടുകൊണ്ട് ഏതെങ്കിലും സഹോദര സമുദായത്തിൽ അംഗങ്ങൾക്ക് ഇസ്ലാമിലേക്ക് വരാൻ തോന്നുമോ? ഒരിക്കലും കഴിയില്ല. ഇത് കണ്ടുകൊണ്ട് ആർക്കെങ്കിലും ഇസ്ലാമിനെ കുറിച്ച് പഠിക്കാൻ താല്പര്യമുണ്ടാകുമോ? ഒരിക്കലും കഴിയില്ല. പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ ഭീമാ ബീവിയുടെ ദർഗയിലേക്ക് ആളുകൾ വരുന്നത് എന്തിനാണെന്ന് അറിയാമോ? ഭീമാ ബീവിയുടെ ദർഗ കൂടുതലും സന്ദർശിക്കാൻ ആളുകൾ വരുന്നത് സന്താന ഭാഗ്യമില്ലാത്തവർക്ക് മക്കളെ കിട്ടാൻ വേണ്ടിയാണ്. ഇക്കോലത്തിൽ ഭീമാ ബീവിയുടെ ജാലത്തിൽ വന്നാൽ ഏത് മക്കളില്ലാത്തവർക്കും മക്കളുണ്ടാകുന്ന തരത്തിലുള്ള സ്വഭാവമല്ലേ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത്? എന്നിട്ട് ഇതിനെ എങ്ങനെ ശരിവെക്കാൻ മുസ്ലിമീങ്ങൾക്ക് കഴിയും? ഇതെങ്ങനെ കണ്ടില്ലെന്ന് നടിക്കാൻ മുസ്ലിമീങ്ങൾക്ക് കഴിയും? ഇത്തരത്തിലുള്ള സ്വഭാവങ്ങൾ മുസ്ലിം സമുദായത്തിന്റെ മുമ്പിൽ കാണിക്കുമ്പോൾ അത് തെറ്റാണെന്ന് പറയലാണോ മുജാഹിദ് ചെയ്ത അപവാദം?